അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലിമശായിഖിനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുനിന്ന് സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൽമു പഠിക്കണം. നമ്മൾ ഒരു വലിയ അമലാണ്. അത് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ത്വലാഖ് മുനജ്ജസായിട്ടും മുഅല്ലഖായിട്ടും സംഭവിക്കും. മുനജ്ജസായിട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതാണ്. ഇനി മറ്റൊന്നിനോട് ബന്ധപ്പെടുത്തി പറയുന്നതിനാണ് മുഅല്ലഖ് എന്ന് പറയാം. നീ ഇന്ന സ്ഥലത്തേക്ക് പോയാൽ നീ ത്വാലിഖാണ്. നീ ഇന്ന പ്രവൃത്തി ആവർത്തിച്ചാൽ നീ ത്വാലിഖാണ്. നീ അയാൾക്ക് കോൾ ചെയ്താൽ, അങ്ങനെയൊക്കെ ഓരോ ഉദാഹരണം പറയാം. ഇത്ഖിനെയും താലീഖ് ചെയ്യാൻ പറ്റും, അടിമയെ മോചിപ്പിക്കുന്നതിനും. ഇതേപോലെ യജൂസു ഫായിദത്തുൻ യജൂസു താലീഖു ത്വലാഖി കൽ ഇത്ഖി ബിശ്ശുറൂത്ത്. ത്വലാഖിന് ഇത്ഖ് പോലെ തന്നെ ഷർത്തുകളെ കൊണ്ട് ബന്ധിപ്പിച്ച് പറയാം. അപ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഇത് വന്നാൽ നീ ത്വാലിഖാണ്. എൻ്റെ മകൻ വന്നാൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ ത്വാലിഖാണ് എന്ന് പറഞ്ഞു. പിന്മാറാൻ കഴിയില്ലല്ലോ. വലാ യജൂസു റുജൂ ഫീഹി. ആ താലീഖിൻ്റെ സൂറത്തിൽ ആ പറഞ്ഞതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഖബ്ല വുജൂദി സിഫത്തി, ആ വിശേഷണം ഉണ്ടാകുന്നതിന് മുമ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്മാറാൻ പറ്റും. തംലീക്കിലൊക്കെ തൗക്കീലിലൊക്കെ പിന്മാറാൻ പറ്റുമല്ലോ. വക്കാലത്താക്കുകയോ ഭാര്യയ്ക്ക് തന്നെ തലാഖ് ഏൽപ്പിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അവൾ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും? പിന്മാറാൻ പറ്റുമല്ലോ. വലാ യജൂസു റുജൂഉ ഫീഹി ഖബ്ല വുജൂദി സിഫത്തി വലാ യഖഉ ഖബ്ല വുജൂദി ഷർത്തി. ഷർത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തലാഖ് സംഭവിക്കില്ല. ഇപ്പോൾ പുറത്ത് പോയാൽ എന്നാണ്, പുറത്ത് പോയാൽ മാത്രമേ തലാഖ് സംഭവിക്കുള്ളൂ. സിഫത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് താലീഖിൽ മടങ്ങാൻ പറ്റൂല. ശരിയല്ലേ? വലായക്കവും ഖബല വുജൂദി ഷർത്തി. ഷർത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തലാഖ് സംഭവിക്കുകയുമില്ല. ഇനി ഞാൻ എന്താ പറയുക, നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ, അതല്ലെങ്കിൽ ഞാൻ കള്ളു കുടിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഉദാഹരണം, ഞാൻ അങ്ങാടിയിലേക്ക് പോയാൽ നീ ത്വാലിഖാണെന്ന് പറഞ്ഞു. ഇയാൾ മറന്ന് അങ്ങാടിക്ക് പോയാലോ തലാഖ് സംഭവിക്കൂല. വലോ അല്ലഖഹു, ഒരാൾ തലാഖിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ബിഫഇലിഹി, ഒരാളുടെ പ്രവൃത്തിയോട്, ഷൈഅൻ ഫഅലഹു നാസിൻ, മറന്നുകൊണ്ട് ചെയ്താൽ, ലിത്താലീഖി, താലീഖിനെ മറന്നുകൊണ്ട് ചെയ്താൽ, ഔ ജാഹിലൻ, അല്ലെങ്കിൽ അറിയാതെ, ബിഅന്നഹുൽ മുഅല്ലഖു അലൈഹി, ഇതിനോടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയാതെ, തലാഖിന് ഇതിനോടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയാതെ ചെയ്താൽ ലം തുത്ലഖ് തലാഖാകൂല, തലാഖാകൂല. ഇനി ഭാര്യയെ അടിച്ചാൽ ത്വാലിഖാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയാൽ ത്വാലിഖാണെന്ന് പറഞ്ഞു. ഒരു തെറ്റും കുറ്റമില്ലാതെ ഒരു അന്യായമായിട്ട് എൻ്റെ ഭാര്യയെ തല്ലിയാൽ ത്വാലിഖാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? പെണ്ണ് അയാളെ ചീത്ത പറഞ്ഞു അടിച്ചു. അവിടെ അന്യായമായിട്ട് അടിച്ചിട്ടില്ലല്ലോ, ചീത്ത അറിഞ്ഞിട്ടല്ലേ. വലോ അല്ലഖ ത്വലാഖ അലാ നിർബിസ്, ഭാര്യയെ അടിക്കുന്നതിനോട് തലാഖിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ബിഗൈരി ദംബിൻ, തെറ്റ് ചെയ്യാതെ ഭാര്യയെ അടിക്കുന്നതിനോട്, അപ്പോൾ ശത്തമത്തു, അങ്ങനെ അവൾ അയാൾ ചീത്ത പറഞ്ഞു, ഫദറബഹ, അയാൾ അവളെ അടിച്ചാൽ, ലം യഹ്നസ്, അയാൾ അതിനെ ലംഘിച്ചയാളല്ല. ആ പറഞ്ഞതിനെ അവിടെ അയാൾ ലംഘനം ചെയ്തിട്ടില്ല. ഇൻ സബത്ത് ദാലിക, അവിടെ ചീത്ത പറഞ്ഞു എന്നുള്ളത് സ്ഥിരപ്പെടുകയാണെങ്കിൽ. വൈല്ലാ സുദ്ദിഖത്ത്, അല്ലെങ്കിൽ അവളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യും?
തഹരീഫു അല്ലെങ്കിൽ തുഹല്ലഫു, അവളെ സത്യം ചെയ്യിപ്പിക്കപ്പെടണം. എന്നിട്ട് അവളെ ഭാഗം അംഗീകരിക്കും. ഒരു തെറ്റുമില്ലാതെയാണ് എന്നെ അടിച്ചത് എന്നുള്ള സത്യം ചെയ്താൽ ത്വലാഖ് സംഭവിക്കും. ഹനിസ യഹ്നസൂന, സത്യം പയപ്പിക്കുന്നതിനാണ്, ശബ്ദം പയപ്പിക്കുന്നതിനാണ്, തീരുമാനം പയപ്പിക്കുന്നതിനാണ് പറയാം. ഇസ്തിസ്ന ചെയ്യാൻ പറ്റും തലാഖിനെ. ഞാൻ അവളെ 3 തലാഖ് ചൊല്ലി 2 ഒഴികെ എന്ന് പറഞ്ഞാൽ പറ്റും, ഒരു തലാഖേ സംഭവിക്കുള്ളൂ. പക്ഷേ ഒഴികെ എന്ന് പറയുന്ന 2 ദിവസം കഴിഞ്ഞിട്ട് അവരത് ഉടനെ തന്നെ പറയണം, അയാളത് കേൾക്കും വേണം. നോക്കൂ, യജൂസുൽ ഇസ്തിസ്നാഉ ബിനഹവി ഇല്ല പോലത്തത് കൊണ്ട് ഇസ്തിസ്ന ജായിസാണ്, ഒഴികെ എന്ന പദങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഷർത്തിയ യുസ്മിയ നഫ്സുഹ, അയാളെ തന്നെ കേൾപ്പിക്കണം പറയുമ്പോൾ. ഒന്നാമത്തെ ഷർത്ത് അതാണ്, അയാൾ കേൾക്ക പറയണം എന്നർത്ഥം. 2, വൈ യത്തസില ബിൽ അദദിൽ മൽഫൂദി, ഇപ്പോൾ പറഞ്ഞ സംഖ്യയോട് ചേർന്നിരിക്കണം. 3 ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്ത് തന്നെ പറയണം 2 ഒഴികെയെന്ന്. മൽഫൂദ് കാരണം ഉച്ചരിച്ച എണ്ണത്തോട് ചേർത്ത് കൊണ്ട് പറയണം, ചേർന്നതായിരിക്കണം ഇസ്തിസ്ന. ഇല്ല എന്നുള്ളത് ചേർന്ന് വരണം. ഉദാഹരണം, തല്ലഖതുക്കി സലാസൻ, ഞാൻ നിന്നെ 3 ചൊല്ലി, ഇല്ലാ സിൻതൈനി 2 ഒഴികെയെന്ന്. അയാൾ കേൾക്ക പറയണം, സലാസൻ എന്നതിനോട് ചേർന്നിട്ടാണ് ഇല്ല വന്നിട്ടുള്ളത്. ഫിഖാവ് തലഖത്തിന് ഒരു തലാഖ് സംഭവിക്കും. ഇനി ഞാൻ നിന്നെ 3 ചൊല്ലി, ഇല്ലാ വാഹിദത്തൻ 1 ഒഴികെയെന്ന് പറഞ്ഞാലോ, അപ്പോൾ തലഖത്താനി 2 തലാഖ് സംഭവിക്കും. ഇൻഷാ അല്ലാഹ് പറഞ്ഞ തലാഖ് സംഭവിക്കൂല കേട്ടോ. അൻതി ത്വാലിഖൻ ഇൻഷാ അല്ലാഹ് ലം തത്തുലുഖ്, അവൾ ത്വാലിഖാവൂല. ത്വലാഖ് സ്വന്തം ഇഷ്ടപ്രകാരം ബോധത്തോടു കൂടി ചെല്ലുമ്പോഴേ എന്താവുള്ളൂ, തലാഖ് സംഭവിക്കും. അപ്പോൾ നിർബന്ധിക്കപ്പെട്ടാലോ ബോധക്കേടിൽ സംഭവിച്ചാലോ അല്ലെങ്കിൽ നാവുകൊണ്ട് പിഴച്ച് പറഞ്ഞാലോ അങ്ങനെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക്, അവിടെ അതിന് തെളിവുണ്ടെങ്കിൽ അയാളെ വാദം സ്വീകരിക്കപ്പെടും. സുദ്ദിഖ മുദ്ദായി ഇക്രാഹിൻ അലാ തലാഖിൻ, തലാഖിന് നിർബന്ധിക്കപ്പെട്ടതാണ് എന്ന വാദിക്കുന്നവളെ വാസ്തവമാക്കപ്പെടും. അവ യഹ്മാ ഇൻ ഹാലത്തുഹു, തലാഖ് ചെല്ലുമ്പോൾ ബോധക്കേടുണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവനെയും. ഔ സബ്ഖി ലിസാനിൻ, അല്ലെങ്കിൽ നാവ് പഴച്ചു പോയതാണ്, ഇലാ ലഫ്ദി തലാഖി, തലാഖിൻ്റെ ലഫ്ദ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ കോടതിയിൽ കേസ് വരുമ്പോൾ അയാൾ സത്യം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണം, ഈ സമ്മ കരീനത്തിന് അവിടെ ഒരു സാഹചര്യ തെളിവുണ്ടാവണം. ഉദാഹരണം, കഹബസിൻ, അയാളെ തടവിലിട്ടതായിരുന്നു, വൈരിഹി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഫീദ കൗനിഹി മുക്രഹൻ, അയാൾ നിർബന്ധിക്കപ്പെട്ടതായിരുന്നു എന്ന വാദത്തിൽ അയാളെ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ അടിക്കുക പോലെയുള്ള തെളിവുകൾ ഉണ്ടാകണം. അതുപോലെ ബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളിടത്തിൽ തെളിവ് വേണം. മറന്ന് രോഗം, അഴത്തിയാദിസ്വറിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴാറുണ്ട്. ഫി ദാവ കൗനി മഹസിയൻ അലേഹി, ബോധം നഷ്ടപ്പെട്ടതായിരുന്നു എന്ന വാദത്തിൽ. യഗ്മാ എന്ന് പറഞ്ഞാൽ ബോധക്ഷയം എന്നാണ്. അതുപോലെ നാവുകൊണ്ട് പിഴച്ച് പറഞ്ഞതാണെന്നുള്ളതിനുള്ള കാര്യത്ത് എന്താ, വക്കീലി കൗനി സ്മിഹ താലി എന്നോ താലിബ് എന്നൊക്കെ ആയിരുന്നു അവളെ പേര്. അത് ഫിദാവ സബക്ക് ലിസാനി, നാവ് പിഴച്ച് പറഞ്ഞതാണ് എന്ന വാദത്തിൽ. അപ്പോൾ താലിയ എന്നായിരുന്നു പെണ്ണിൻ്റെ പേര്, അപ്പോൾ താലിഖ് എന്നായി പോയതാണ്. ഓക്കെ, വൈലം തെക്കുൻ ഹുനാക്ക കരീനത്തുൻ, അപ്പോൾ കരീനത്തൊന്നും ഇല്ലെങ്കിൽ ഫലായു സദ്ദഖു, അവിടെ വാസ്തവമാക്കപ്പെടില്ല. വാസ്തവമാക്കപ്പെടണമെങ്കിൽ ഇല്ലാബി ബൈനത്തിന് സാക്ഷികൾ തന്നെ വേണം. ഇനി ഇതിനോടും മറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസല പറയുകയാണ്, തത്തിമ്മത്തിൻ, ഒരു പൂർത്തീകരണമാണ്. ഒരാൾ ഭാര്യനോട് കാഫറത്തെ എന്ന് പറഞ്ഞു, കുഫർ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ചീത്ത പറയാണ് ഉദ്ദേശിച്ചതെങ്കിലോ, നന്ദി കെട്ടവളെ എന്നാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാലും, കാരണം സാധാരണ എന്താറുണ്ട്, നന്ദി കെട്ടോളെ എന്ന അർത്ഥത്തിന് പറയാറുണ്ട് കാഫറത്ത്. കാഫറത്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോളെ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവൾ എന്ന അർത്ഥത്തിലാണെങ്കിൽ പറഞ്ഞോ കാഫറാകും. അതാണ് മൻ ഖാനഡ് സൗജത്തി, ഒരാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു യാ കാഫിറത്തു എന്ന് പറഞ്ഞു. 2 അർത്ഥമാവാം, ഇസ്ലാമിൽ നിന്ന് പോയോളെ എന്ന്, അല്ലെങ്കിൽ നന്ദില്ലാത്തോളെ എന്നാവാം. മുരീദൻ ഹഖീഖത്തിൽ, യഥാർത്ഥ കുഫറിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ ജറാഫീഹി മാ തഖററ ഫി റിദ്ദത്തി, റിദ്ദത്തിൻ്റെ പാഠത്തിൽ മുമ്പ് ഭാര്യഭർത്താക്കന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മുർത്തദ്ദായാൽ എന്താണോ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ വിധിയാണ് ഇവിടെ വരിക. അപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ കേസൊക്കെ ഉണ്ട്, അറിയല്ലേ. ഭാര്യഭർത്താക്കുന്ന ഒരാൾ മുർത്തദ്ദായി കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇതന്നെ സമയത്ത് തിരിച്ചു വരണം. ഓക്കെ, കാരണം പറഞ്ഞ ആളെന്താവും കാഫറാവേ. അവിഷത്തുമ ഹഖീഖത്തുൽ കുഫറിനെ ഉദ്ദേശിച്ചിട്ടില്ല, മുരീദൻ ഹഖീഖത്തുൽ കുഫർ. പിന്നെന്താ ഷത്തുമ,
ഓളെ ചീത്ത അറിയാമെന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഫല എന്താവൂല, അപ്പോൾ റിദ്ദത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ വരില്ല. വക്കത ഇല്ലം യുരീദ് ഷെയ്യൻ, ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാലും പ്രശ്നമല്ല. ലി അസ്ലി ബക്കായിൻ ഇസ്മ, വിവാഹബന്ധം എന്ന കരാറ് ബാക്കിയാവുക എന്ന അസലിന് വേണ്ടി ആ അസൽ നിലനിർത്തിക്കൊണ്ട് വിവാഹബന്ധം തുടരുമെന്ന് തന്നെയാണ് പറയേണ്ടത്. ജറയാനി ദാലിക്കലി ശത്മി കഥീരൻ, മാത്രമല്ല ഒന്നും ഉദ്ദേശിക്കാത്തടത്തും അങ്ങനെ പറയാൻ കാരണം അത് ചീത്ത പറയാൻ ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട്. ജറയാനി ദാലിക്ക നടന്നു വരുന്നുണ്ട് ഒരു ശത്മി ചീത്തക്ക്, നന്ദിയില്ലാത്തോളെ എന്നർത്ഥത്തിന്. മുറാദം ബിഹി കുഫ്രൻ നിയമത്തി, നന്ദി അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ശത്മിന് സാധാരണ നടന്നു വരുന്നതുകൊണ്ട് ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാലും വിവാഹബന്ധത്തിന് പ്രശ്നമൊന്നുമില്ല, തലാഖൊന്നും സംഭവിക്കില്ല. ഇതാണ് ഇനി പറയുന്നത് 3 തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിൻ്റെ ഹുക്കുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്ത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.